ഇപ്പോൾ തമിഴ്നാട്ടിൽ വേറിട്ട പരിഷ്കാരങ്ങളുമായി മുഖ്യമന്ത്രി ജോസഫ് വിജയ്. മുഖ്യമന്ത്രി കസേരയിലെ വെള്ള ടവൽ ഒഴിവാക്കി. VIP സംസ്കാരം ഒഴിവാക്കണമെന്ന് 14-കാരിയായ മണിപ്പൂരിലെ പരിസ്ഥിതി പ്രവർത്തക ലിസിപ്രിയ കങ്കുജം വിജയിയോട് ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം ലഹരിക്കെതിരെ കർശന നടപടിക്കൊരുങ്ങുകയാണ് സർക്കാർ. അനധികൃത മദ്യവിൽപ്പനയിൽ നടപടിയെടുക്കാത്ത ഒരു ഉദ്യോഗസ്ഥനെ ഇതിനകം സസ്പെൻഡ് ചെയ്തു കഴിഞ്ഞു. ആദിൽ പാലോടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആദിൽ പാലോട്, ഒരു സൂചനയാണ്, പ്രത്യേകിച്ച് കറുപ്പ് വെളുപ്പ് എന്ന മട്ടിലുള്ള ചില വിവേചനങ്ങളൊക്കെ തമിഴ്നാട് ജനത എന്നും എതിർത്തിട്ടുണ്ട്. ഇതിപ്പോൾ VIP സംസ്കാരം അവസാനിപ്പിക്കണം എന്നുള്ളത് കൊണ്ടാണോ ഈ ടവൽ എടുത്ത് മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നത്? ഉറപ്പായും അങ്ങനെ തന്നെയാണ് അരുൺകുമാർ. മുഖ്യമന്ത്രിയുടെ ഓഫീസ് പങ്കുവച്ച ദൃശ്യങ്ങളിലൂടെയാണ് ഇക്കാര്യം വ്യക്തമാകുന്നത്. കഴിഞ്ഞ ദിവസമാണ് ലിസിപ്രിയ കങ്കുജം എന്നു പേരുള്ള മണിപ്പൂരിലെ 14 വയസ്സുള്ള ഒരു പരിസ്ഥിതി പ്രവർത്തക ബാലികയാണ് ഒരു എക്സിലൂടെ വിജയോട് ഒരു അഭ്യർത്ഥന മുന്നിൽ വെക്കുന്നത്. വെളുത്ത തുണി, വെളുത്ത ടവൽ, തൂവാല, കസേരകളിലിട്ട് അതൊരു VIP സംസ്കാരമായി നാട്ടിൽ മാറിയിട്ടുണ്ട്. അതൊരു മോശം പ്രവണതയാണ്. അത് വിജയ്ക്ക് മാറ്റിക്കൂടെയോ എന്നുള്ളതായിരുന്നു ചോദ്യം. അതിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടന്ന യോഗങ്ങളുടെ ചിത്രങ്ങൾ പുറത്തു വന്നപ്പോഴാണ് മുഖ്യമന്ത്രി നേരത്തെ ആദ്യഘട്ടത്തിൽ നമ്മൾ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് വിജയ് ചെന്നിരിക്കുന്ന കസേരയിൽ ചെന്നിരിക്കുമ്പോൾ വെള്ള ടവൽ ഉണ്ടായിരുന്നു. പിന്നീടുള്ള മീറ്റിംഗുകൾ, ഈ പരാമർശം ആവശ്യം വന്നതിന് ശേഷമുള്ള മീറ്റിങ്ങുകളുടെ ചിത്രം പുറത്തു വന്നപ്പോൾ അതിൽ വെള്ള ടവൽ ഇല്ല എന്നുള്ളതാണ്. VIP സംസ്കാരം ഒഴിവാക്കുന്നു എന്ന രൂപത്തിലുള്ള സന്ദേശമായി ചിത്രങ്ങളുടെ മാറ്റത്തെ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഇതിനൊപ്പം തന്നെയാണ് ലഹരിക്കെതിരെ കർശന നടപടി നേരത്തെ തന്നെ വിജയ് തുടങ്ങിയിരുന്നതാണ്. സ്കൂളിനും ആശുപത്രിക്കും ഒക്കെ അടുത്തുള്ള 717 ടാസ്മാക്ക് മദ്യശാലകൾ, നമ്മുടെ കേരളത്തിലെ ബൗക്കോയാണ് അവിടുത്തെ ടാസ്മാക്ക്, ആ രൂപത്തിലുള്ള മദ്യശാലകൾ അടച്ചിടാനുള്ള നിർദ്ദേശം, പൂട്ടാനുള്ള നിർദ്ദേശം നൽകിയിരുന്നു. ഇപ്പോഴത്തെ ഒരു കർശന നടപടി വന്നിരിക്കുന്നത് തിരുവട്ടൂർ ഇൻസ്പെക്ടർ മോഹൻദാസിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അനധികൃതമായ ഒരിടത്ത് മദ്യവിൽപ്പനയുണ്ട് എന്ന് നാട്ടുകാർ പരാതി നൽകിയിരുന്നു. പക്ഷേ ഇൻസ്പെക്ടർ ആകട്ടെ ഒരു നടപടിയും സ്വീകരിച്ചില്ല. പകലും രാത്രിയും എല്ലാം അവിടെ നിന്ന് മദ്യമൊഴുക്കുകയായിരുന്നു. ഉടനെ തന്നെ ഇത് കണ്ടെത്തുകയും ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് വിജയ് തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വിജയുടെ ഉത്തരവ് വരുന്നു. ആ ഇൻസ്പെക്ടറെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള കർശന നടപടിയിലേക്ക് പോകുന്ന ഒരു സന്ദേശമായി ഇതിനെ മനസ്സിലാക്കണം എന്നുള്ളതാണ് TVKയുടെ ഭാഗത്തു നിന്ന് വരുന്ന പ്രതികരണവും. ഏതായാലും പരിഷ്കാരങ്ങളുമായി വിജയ് സർക്കാർ മുന്നോട്ട് പോവുകയാണ് അരുൺ തമിഴ്നാട്ടിൽ. ഓക്കെ, താങ്ക് യു. ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്.